ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ ലൈവ് ടെലികാസ്റ്റ് അല്ലെങ്കിൽ ലൈവ് സംപ്രേഷണത്തിൻ്റെ പോസ്റ്റ് ഞാൻ ഇന്നിട്ടപ്പോൾ അതിലേറ്റവും കൂടുതൽ കമൻസ് വന്നത് പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചും പ്രവാസികളായിട്ടുള്ള പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലെ പ്രവാസി സഹോദരന്മാരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പ്രതികരിക്കണം, ഇടപെടണമെന്നുള്ള ധാരാളം പ്രതികരണങ്ങളാണ് പ്രവാസി സുഹൃത്തുക്കളിൽ നിന്നും നാട്ടിലുള്ള സഹോദരങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ചത്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ പാർലമെൻറ്റ് സമ്മേളന കാലയളവിലും തുടർന്നും ഇങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റും നമ്മളാകെ ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയ വ്യത്യാസം മറന്ന്, മുന്നണി രാഷ്ട്രീയ വ്യത്യാസം മറന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പ്രവാസികളെ ഘട്ടം ഘട്ടമായി മാസ് ഇവാക്യുവേഷൻ പ്രോസസ്സിലൂടെ നമ്മുടെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും അങ്ങനെ തിരികെ കൊണ്ടുവരുന്നാൽ ഉണ്ടാകാവുന്ന മുഴുവൻ ക്വാറന്റൈൻ പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും ഈ കാര്യം നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒറ്റപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ, ഗൾഫ് നാടുകളിൽ സ്ട്രാൻഡഡ് ആയിട്ടുള്ളവർ, കോവിഡ് പോസിറ്റീവായിട്ടുള്ളവർ, അവർക്ക് മതിയായ പരിചരണവും ശുശ്രൂഷയും മെഡിസിനും അവരെ ക്വാറന്റൈൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരന്തരം ദിവസം 10-20 കേസുകൾ വെച്ച് എൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ തന്നെ നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രവാസി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളോട് ഒരു തരത്തിലുള്ള അലംഭാവവും ഞങ്ങളുടെ ഭാഗത്തു നിന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള ദൗത്യം, പരിശ്രമം തുടർന്നും ഉണ്ടാകും. കഴിഞ്ഞ ദിവസവും ഇന്നും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി മിക്കവാറും എല്ലാ എംബസികളുമായും ടെലിഫോൺ മുഖാന്തരം സംസാരിക്കാനും ഇമെയിൽ മുഖാന്തരം കാര്യങ്ങൾ ആശയവിനിമയം നടത്താനുമുള്ള അവസരമുണ്ടായ കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രതിപാദിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് കേവലം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും നിങ്ങളെ സമാശ്വസിപ്പിക്കുകയുമല്ല, മറിച്ച് ആ പ്രശ്നത്തിൽ സജീവമായിട്ടുള്ള ഇടപെടൽ ഞങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്ന വിവരം ആമുഖമായി സൂചിപ്പിക്കട്ടെ. ഞാൻ ലൈവ് സംപ്രേക്ഷണത്തിന് വന്നത് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇന്ന് IT സെക്രട്ടറി ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശദീകരണ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ വിശദീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം കണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസിൽ ശ്രീ ജിമ്മി ജെയിംസ് ആണ്. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ സംപ്രേക്ഷണം പുറത്തു വന്നത്. ഞാനത് കണ്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. കാരണം കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി ഞങ്ങൾ ഉന്നയിച്ച, ഞാൻ ലൈവ് ടെലികാസ്റ്റിലും പ്രസ് സ്റ്റേറ്റ്മെൻറ്റിലുമൊക്കെ ഉന്നയിച്ച വിഷയങ്ങൾ വളരെ ഭംഗിയായി ജനമനസ്സ് എന്തെന്ന് കൃത്യതയോടുകൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജിമ്മി ജെയിംസ് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിലുള്ള കുറിക്ക് കൊള്ളുന്ന ചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട IT സെക്രട്ടറിയോട് ചോദിച്ചത്. നിർഭാഗ്യവശാൽ IT സെക്രട്ടറിക്ക് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഒരു മറുപടിയും യുക്തിസഹമായി പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. എന്തായാലും ഈ വിഷയം ഇന്ന് ടേക്കപ്പ് ചെയ്ത മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളോടുമുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ ആദ്യമായി തന്നെ സൂചിപ്പിക്കുകയാണ്. എന്തായിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം? അദ്ദേഹത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം മറ്റൊന്നുമല്ല, ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം IT സെക്രട്ടറി ഏൽക്കുന്നു. IT സെക്രട്ടറി മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് ഭരണ രാഷ്ട്രീയ നേതൃത്വത്തെ ഈ കൊടിയ അഴിമതിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന തന്ത്രപരമായ സമീപനമാണ് ഇന്ന് ഗവൺമെൻറ്റിൻ്റെ IT സെക്രട്ടറിയുടെ TV ഇൻ്റർവ്യൂവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇത് IT സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കേവലമായ വീഴ്ചകൾ പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ IT സെക്രട്ടറിയെ ബലിയാടാക്കിക്കൊണ്ട് ഈ കൊടിയ അഴിമതിയിൽ നിന്ന്, ക്രമക്കേടിൽ നിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയിൽ നിന്ന് IT സെക്രട്ടറിയെ ബലിയാടാക്കിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഉന്നയിച്ച
വിശദീകരണ കുറിപ്പുകളിൽ ഒന്ന് പ്രധാനം, ഞങ്ങൾക്കിനിയും മാറാത്ത സംശയം, പ്രധാനപ്പെട്ട 4 വകുപ്പുകൾ IT വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ റവന്യൂ വകുപ്പ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന റവന്യൂ വകുപ്പ് ഉൾപ്പെടെയുള്ള 4 ഭരണ നിർവഹണ വകുപ്പുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, ഇത് രണ്ടും നിർവഹിക്കപ്പെടുന്ന സുപ്രധാനമായ ഈ 4 വകുപ്പ് സെക്രട്ടറിമാരും വകുപ്പ് മന്ത്രിയും ഇത്തരമൊരു ഇടപാടിനെ സംബന്ധിച്ച് അറിഞ്ഞില്ല എന്ന് ഒരു IT സെക്രട്ടറി പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല ഞങ്ങളാരും ജീവിക്കുന്നത്. 5 വർഷക്കാലം മന്ത്രിയായി സേവനമനുഷ്ഠിക്കാൻ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്, ജനപ്രതിനിധിയാണ് ഞാനും. ഇദ്ദേഹം 29 വർഷം സർവീസുള്ള ഒരു സിവിൽ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞങ്ങൾ അറിയാൻ വേണ്ടി അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, എങ്ങനെയാണ് ഈ ഫയൽ ഒറിജിനേറ്റ് ചെയ്തത്? അദ്ദേഹം പറയുന്നു, ഫയലില്ല, ഇതുമായി ബന്ധപ്പെട്ട് ഫയലില്ല, പർച്ചേസ് ഓർഡർ ഫോമിൽ ഞാൻ ഒപ്പുവെച്ചതേ ഉള്ളൂ. ഒപ്പുവെക്കുന്നതിന് മുമ്പ് മാർച്ച് 24 തീയതി വെച്ചുകൊണ്ടുള്ള ഒരു നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻറ്റ് ഇന്ന് അദ്ദേഹം പരസ്യമായി സമ്മതിച്ചില്ലേ? 24 ഒപ്പുവെച്ച നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻറ്റ് ശരിക്കും അതിൻ്റെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് ഉണ്ടാക്കുന്നത്, ഒപ്പുവെക്കുന്നത് ഏപ്രിൽ 14 എന്നൊരു IT സെക്രട്ടറി പരസ്യമായി സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കേരളമല്ലേ? ഇത് എങ്ങനെ ഉണ്ടായി? ഒരു ഫയലില്ലാതെ എങ്ങനെ ഒരു ആവശ്യം, ഒരു ഡിമാൻഡ് ആരെങ്കിലും ഉന്നയിച്ചോ? സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന കമ്പനി സേവനം നൽകാൻ സന്നദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് നിങ്ങൾക്ക് ലഭിച്ചോ? അങ്ങനെ ഒരു കത്ത് ലഭിച്ചാൽ തീർച്ചയായും ആ കത്തിൽ നിന്നൊരു ഫയൽ ഒറിജിനേറ്റ് ചെയ്യും. ഇത് സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. ഞാൻ എന്തിനേറെ വിശദമായി പറയണം, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ആവശ്യമായിട്ടുള്ള മൊട്ടുസൂചിയും സ്റ്റേഷനറിയും ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു കത്ത് സ്റ്റേഷനറി ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കണം. സ്റ്റേഷനറി ഡിപ്പാർട്ട്മെൻറ്റ് എത്ര മൊട്ടുസൂചി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തു എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഫയലായി, അപ്പോൾ ഒരു കത്തിന്മേലൊരു ഫയൽ ഒറിജിനേറ്റ് ചെയ്തിരുന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മൊട്ടുസൂചി വിതരണം ചെയ്യുന്നു. അപ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മൊട്ടുസൂചി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു പർച്ചേസ് ഓർഡറും ഒരു സെക്രട്ടേറിയറ്റ് മാനുവലും റൂൾസ് ഓഫ് ബിസിനസ് ഉൾപ്പെടെയുള്ള ഫയൽ റൂട്ടിംഗ് പ്രൊസീജിയറും ഒക്കെ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിൽ 4 വകുപ്പുകൾ ഉൾക്കൊള്ളുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ വിദേശ കമ്പനിയുമായി കരാർ ഒപ്പുവെക്കുമ്പോൾ ആ 4 വകുപ്പ് സെക്രട്ടറിമാരോ വകുപ്പ് തലവന്മാരായിട്ടുള്ള മന്ത്രിമാരോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായ ഒരു കഥ പ്രചരിപ്പിക്കാൻ IT സെക്രട്ടറി ബോധപൂർവം പരിശ്രമിക്കുന്നു. ഫയലില്ല എന്ന് പറയുന്നത് കല്ലുവച്ച പച്ച നുണ. സെക്രട്ടേറിയറ്റ് മാനുവൽ അനുസരിച്ച് ഫയൽ പ്രൊസീജിയർ ഇല്ലാതെ എങ്ങനെ ഈ ട്രാൻസാക്ഷൻ നടത്താൻ കഴിയില്ല. ഇത്തരത്തിലൊരു ഫയൽ പ്രൊസീഡിങ്സിൽ ആ ഫയൽ എന്തുകൊണ്ട് ഗവൺമെൻറ് പുറത്തുവിടുന്നില്ല? അതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? ആ ഫയൽ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദികൾ ആരെന്നറിയാം. നിങ്ങൾ ഇതുവരെ പുറത്തുവിട്ടത് മുഴുവൻ കമ്പനിയുടെ പേപ്പറുകളാണ്. ആ 2 പേപ്പറുകളിൽ നിങ്ങൾ പർച്ചേസ് ഓർഡർ ഫോമിലും ഡിസ്ക്ലോസർ എഗ്രിമെൻറ്റിലും നിങ്ങൾ പിന്നീട് ഒപ്പുവെച്ച 2 തീയതിയില്ലാതെ ഒപ്പുവെച്ച 2 രേഖകളാണ്. കമ്പനി രേഖകളല്ലേ നിങ്ങൾ പബ്ലിഷ് ചെയ്തത്? സർക്കാരിൻ്റെ മുദ്രയും സർക്കാരിൻ്റെ വിവരങ്ങളും അടങ്ങുന്ന ഫയൽ എന്തുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്നില്ല? അപ്പോൾ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാർ ഫയലും പ്രൊസീഡിങ്സും പൊതുസമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് സുതാര്യതയുണ്ടെങ്കിൽ അത് പറയുന്നതിന് പകരം കമ്പനിയുടെ പേപ്പറുകൾ, അവരുടെ MSA, അവരുടെ മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റ്, അവരുടെ പർച്ചേസ് ഓർഡർ ഫോം, അതിൽ നമ്മുടെ ഗവൺമെൻറ് ഒപ്പുവച്ചിരിക്കുന്നു, നമ്മുടെ സെക്രട്ടറി ഒപ്പുവച്ചിരിക്കുന്നു. ഗവൺമെൻറ് ഫയലിൽ ഒപ്പുവച്ചിട്ടുണ്ടെങ്കിൽ എവിടെ? ഗവൺമെൻറ്റിന് ഇതിൻ്റെ രേഖ വേണ്ടേ? ഒരു ഫയൽ വേണ്ടേ? ബാക്ക് പ്രൊസീഡിങ്സ് വേണ്ടേ? ബാക്ക് ഫയൽ വേണ്ടേ? കമ്പനിയുടെ കത്തെവിടെ? ഇതൊന്നും എന്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അയച്ച കത്തെന്തുകൊണ്ട്, IT സെക്രട്ടറി അയച്ച കത്തെന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നില്ല? ചാനലിൽ വന്ന് 1 മണിക്കൂർ വാർത്താ സംപ്രേഷണ അവതാരകനുമായി ചർച്ച നടത്തിയ IT സെക്രട്ടറി എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്ത കത്ത്, കമ്പനി കൊടുത്ത കത്ത് പ്രസിദ്ധീകരിക്കുന്നില്ല? അപ്പോൾ ബോധപൂർവമായി ഫയലുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. വൻതോതിലുള്ള കൃത്രിമം സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട്
വകുപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഗവൺമെൻറ് സെക്രട്ടറിക്ക് സ്വന്തമായിട്ട് ഫയൽ ഇനിഷ്യേറ്റ് ചെയ്യാൻ ഞാൻ നിഷേധിക്കുന്നില്ല. അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്താൽ താഴെ തലത്തിൽ നിന്ന് പ്രോസസ്സ് ചെയ്തു വരുന്ന ഒരു ഫയൽ, അദ്ദേഹം പറഞ്ഞു എനിക്ക് വിവേചനാധികാരമുണ്ട്, ഉത്തമ വിശ്വാസമുണ്ട്, സെക്രട്ടറിക്ക് വിവേചനാധികാരമുണ്ട്. എപ്പോൾ ഒരു ഫയൽ പ്രോസസ്സ് ചെയ്തു വന്ന് ഒരു തീരുമാനം യെസ് ഓർ നോ എന്നെടുക്കേണ്ട സ്ഥലത്ത് താഴെ നിന്ന് റൂട്ട് ചെയ്ത് വന്ന ഒരു ഫയലാണെങ്കിൽ അദ്ദേഹത്തിന് എടുക്കാം യെസ് ഓർ നോ, അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റായി അദ്ദേഹത്തിന് വിനിയോഗിക്കാം. ഇനി അദ്ദേഹം സ്വമേധയാ ഒരു ഫയൽ ഒറിജിനേറ്റ് ചെയ്തതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേലധികാരിയായിട്ടുള്ള വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി ആ ഫയലിൽ ഒപ്പുവെക്കണ്ടേ, അദ്ദേഹം സ്വമേധയാ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഫയലാണെങ്കിൽ. അപ്പോൾ ഈ ഫയലുകൾ പുറത്തു വിട്ടാൽ ഒരുപാട് കഥകൾ, ഒരുപാട് സംഭവങ്ങൾ, ആരൊക്കെ ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നു, ആരൊക്കെ കക്ഷികളായിരിക്കുന്നു, ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെടും. അതുകൊണ്ട് ഈ ലൈവ് സംപ്രേക്ഷണത്തിലൂടെ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഇന്ന് വരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന അമേരിക്കൻ സ്വകാര്യ കുത്തക കമ്പനിയുടെ രേഖകളും ആ രേഖകളിൽ നിങ്ങൾ ഒപ്പുവെച്ച കടലാസുകളുമല്ലാതെ സർക്കാർ മുദ്രയുള്ള സർക്കാർ സംബന്ധമായിട്ടുള്ള ഒരു രേഖയും നാളിതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് പ്രസിദ്ധീകരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം. 2, അദ്ദേഹം സൂചിപ്പിച്ച ഏറ്റവും ഒരു ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അദ്ദേഹം നടത്തി, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് നടത്തി. എന്താണ് വിദേശ കമ്പനി? ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആങ്കർ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ എങ്ങനെയാണ് ക്വാറന്റൈനിൽ കഴിയുന്ന ആൾക്കാരുടെ വിവരശേഖരണം നടത്തുന്നത്? അത് ഞങ്ങൾ അവരുടെ ഒരു OTP എടുക്കും. സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള വാർഡ് തല സമിതികൾ അവിടെ പോയി അവരെ കണ്ട് OTP എടുത്ത്, അതായത് 1 ടൈം പാസ്വേഡ് എടുത്ത്, ആ പാസ്വേഡിൻ്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ശേഖരിക്കും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നു എന്ന് അതിനകത്ത് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരോട് ഇത് ഇന്ന കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ള വിവരം അവരെ അറിയിച്ചിട്ടുണ്ട്. അതാണ് ഇൻഫോംഡ് കൺസെൻറ്റ്. അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനുമതി. ആരാണോ വിവരം തരുന്നത്, വിവരം തരുന്ന ആളിന് തരുന്ന വിവരം എന്തിന്, ആര്, ഏത് കാര്യത്തിന് ഉപയോഗിക്കുന്നുവെന്ന് കൃത്യതയോടുകൂടി അറിയാനുള്ള അവകാശം വിവരം തരുന്നയാളിനുണ്ട്. ആ വിവരം തരുന്നയാളിൻ്റെ അറിവും സമ്മതവും കൂടാതെ ഒരു വിവരം ശേഖരിക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ല എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പൊതു നിയമമാണ്, പൊതുതത്വമാണ്. ഇവിടെ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതിന് IT സെക്രട്ടറി എന്ന് പറഞ്ഞ വിശദീകരണം, ഒരു വിദേശ കമ്പനിക്കാണ് ഡേറ്റ കൊടുക്കുന്നത് എന്ന് ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പലരും ഈ ഡേറ്റ കൈമാറാൻ വിസമ്മതിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ്, ചതിച്ചുകൊണ്ടാണ്, പറഞ്ഞു പറ്റിച്ചിട്ടാണ് നിങ്ങൾ ഈ OTP വാങ്ങി പാവപ്പെട്ട ജനങ്ങളുടെ മുഴുവൻ ക്വാറന്റൈനിൽ കഴിയുന്ന ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ 1.5 ലക്ഷത്തോളം പേരുടെ പേഴ്സണൽ ഹെൽത്ത് കെയർ ഡേറ്റ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തത് നിങ്ങളൊരു സ്വകാര്യ കമ്പനിക്ക് കൊടുത്തത് എന്ന വസ്തുത IT സെക്രട്ടറി പരോക്ഷമായിട്ടല്ല പ്രത്യക്ഷമായി തന്നെ അംഗീകരിക്കുന്നു. അപ്പോൾ വിദേശ സ്വകാര്യ കുത്തക കമ്പനിയാണെന്നറിഞ്ഞാൽ ജനങ്ങൾ വിവരം കൈമാറാൻ സന്നദ്ധമാകില്ല. അങ്ങനെ സന്നദ്ധമാകാത്തത് കൊണ്ട് ഞങ്ങളത് ഡിസ്ക്ലോസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റാണ് ഒരു ഗവൺമെൻറ് ഈ രാജ്യത്തെ പാവപ്പെട്ട സാധാരണ ജനങ്ങളോട് ചെയ്തത്. അടുത്ത വിഷയം, ഇന്ന് അദ്ദേഹം അംഗീകരിച്ചിരിക്കുന്നു, സർക്കാർ തന്നെ കൃത്രിമ രേഖകൾ സൃഷ്ടിക്കുന്നു. 10-ാം തീയതി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പ്രശ്നം ഉന്നയിച്ചതിന് ശേഷം 11-നും 12-നും കമ്പനിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള 2 കത്തുകൾ നിങ്ങൾ പ്രസിദ്ധീകരണത്തിന് നൽകി. IT സെക്രട്ടറി അങ്ങോട്ട് കൊടുത്ത കത്ത് പ്രസിദ്ധീകരിക്കാൻ കഴിയുമോ? നിങ്ങൾ കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 11-ാം തീയതി, ഏപ്രിൽ മാസം 11-ാം തീയതി കമ്പനിയുടെ എക്സിക്യൂട്ടീവ്, നിങ്ങൾ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് അല്ല, കമ്പനിയുടെ അറ്റോർണി നിങ്ങൾക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ആ ഏപ്രിൽ 11-ാം തീയതിയിലെ കത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, കത്തിൽ വീണ്ടും പറയുന്നു, ഈ ഡേറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, സ്റ്റോർ ചെയ്യാൻ, അതുപോലെ തുടങ്ങിയിട്ടുള്ള റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശം കസ്റ്റമർ മീൻസ് ദ ഗവൺമെൻറ് ഓഫ് കേരള ഈ കമ്പനിക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു ഡേഞ്ചറസ് പൊസിഷനിലേക്ക് പോയപ്പോൾ 2ാമതൊരു കത്ത് കൂടി എഴുതി വാങ്ങി. ഏപ്രിൽ മാസം 12-ാം തീയതി 2ാമത് നിങ്ങൾ എഴുതി വാങ്ങിയപ്പോൾ ഈ ഭാഗം നിങ്ങൾ ഒഴിവാക്കി. ഈ ഭാഗം നിങ്ങൾ ഒഴിവാക്കിയപ്പോൾ ഞാൻ കഴിഞ്ഞ ടെലികാസ്റ്റിൽ സൂചിപ്പിച്ചതാണ്, പക്ഷേ ആവർത്തിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ന് അസന്നിഗ്ധമായി സംശയരഹിതമായി IT സെക്രട്ടറി തൻ്റെ വാർത്താ സംപ്രേഷണത്തിലൂടെ കൃത്യമായിട്ട് പറഞ്ഞു,
ഇതിൻ്റെ ബേസിക് ഡോക്യുമെൻ്റ് മാസ്റ്റർ സർവീസ് എഗ്രിമെൻ്റാണ്. ആ മാസ്റ്റർ സർവീസ് എഗ്രിമെൻ്റാണ് ഇതിലേറ്റവും പ്രധാനം. ഏപ്രിൽ 2 ഞങ്ങൾ വെച്ചിട്ടുള്ളത് പർച്ചേസ് ഓർഡർ ഫോമാണ്. ആ പർച്ചേസ് ഓർഡർ ഫോമിൻ്റെ പാർട്ട് ആൻഡ് പാർസൽ എന്ന് പറയുന്നത് ജനറിക് എഗ്രിമെൻ്റ് ആയിട്ടുള്ള പൊതുകരാർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മാസ്റ്റർ സർവീസ് എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിൽ നമ്മൾ ഒപ്പുവെച്ചിട്ട് അത് വേറെ പ്രശ്നം, അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ആ മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റിൽ പാരാ 2.5 ഞാൻ ആവർത്തിക്കുന്നില്ല, കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതാണ്. ആ പാരാ 2.5 ആണ് ഏപ്രിൽ 11 കമ്പനി വീണ്ടും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കത്തിൽ കോപ്പി ചെയ്ത് തന്നിട്ടുള്ളത്. അതാണ് ഏപ്രിൽ മാസം 12 അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഏപ്രിൽ മാസം 12 വീണ്ടും കത്ത് നൽകിയിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നു, ഈ 2 രേഖയും ശരിയാണോ എന്ന് സംശയിക്കുന്നു. മാർച്ച് മാസം 24 ഒപ്പുവച്ചു എന്ന് ഇന്നലെ വരെ പറഞ്ഞ രേഖ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തത് സൈറ്റ് നോക്കുമ്പോൾ കൃത്യമായി ഡോക്യുമെൻറ്റ്സ് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അത് ഏപ്രിൽ മാസം 14. ഏപ്രിൽ മാസം 2 ഒപ്പുവെച്ച പർച്ചേസ് ഓർഡർ അനുസരിച്ച് ഡേറ്റ കളക്ട് ചെയ്യാനുള്ള അവസരം മാർച്ച് 25 മുതൽ കമ്പനിക്ക് കൊടുക്കുന്നു. പർച്ചേസ് ഓർഡർ ഒപ്പുവെക്കുന്നതിന് മുമ്പ് പഞ്ചായത്തിൽ നിന്ന് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ LSDDയിൽ നിന്ന് മാർച്ച് 27 ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പോകുന്നു. എന്താ ഉത്തരവ്? ഈ പറയുന്നവരുടെ മുഴുവൻ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരങ്ങളടങ്ങുന്ന 41 കോളങ്ങളുള്ള എന്യൂമറേഷൻ ഫോറം OTP എടുത്ത് ഡേറ്റ കളക്ട് ചെയ്ത് ഈ sprinkler.com കമ്പനിയിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് 27 ഉത്തരവ് പോകുന്നു. മാർച്ച് 25 മുതൽ ഡേറ്റ കളക്ട് ചെയ്യാൻ അവകാശപ്പെടുത്തിക്കൊണ്ട് ഏപ്രിൽ 2 പർച്ചേസ് ഓർഡർ ഫോം ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേത് ലോകത്ത് നമ്മൾ ജീവിക്കുന്നു? മാർച്ച് 24 ഒപ്പുവെച്ചു എന്ന് പറയുന്ന കരാർ ഇപ്പോൾ പറയുന്നു ഏപ്രിൽ 14 ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തത് എന്ന് IT സെക്രട്ടറി പറയുന്നു. ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ നെഗ്ലിജൻസ്, ഭരണപരമായിട്ടുള്ള സകല നടപടിക്രമങ്ങളും നിയമപരമായിട്ടുള്ള സകല സാങ്കേതിക വശങ്ങളെയും തട്ടിമാറ്റി ഒരു IT സെക്രട്ടറി തനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, രേഖകൾ ചോരില്ല, ഡേറ്റ ചോരില്ല, വിവരം ചോരില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, അതുകൊണ്ട് ഞാനിതിൽ ഒപ്പിട്ടു, ഞാനിതിൻ്റെ റിസ്ക് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആവർത്തിക്കുന്നു, അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം IT സെക്രട്ടറിയെ ബലിയാടാക്കി രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുകയാണ് ഇന്ന് അദ്ദേഹം ടെലിവിഷൻ ചാനലിൽ വന്ന് നടത്തിയ പരോക്ഷമായ കുറ്റസമ്മതത്തിലൂടെ നിർവഹിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടുത്ത പ്രശ്നം അദ്ദേഹം ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺകറൻസ് വേണമോ എന്ന് ചോദിച്ചതിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഞാൻ 5 വർഷം മന്ത്രിയായിരുന്ന ഒരാളാണ്. നിസ്സാരപ്പെട്ട ഒരു കാര്യത്തിന് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയുമായി ഒരു മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റ്, ആ മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പർച്ചേസ് ഓർഡർ ഫോം, അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയുമായി ഉണ്ടാക്കുന്ന ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്ന സെൻസിറ്റീവായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോൾ ആ എഗ്രിമെൻറ്റിൻ്റെ നിയമസാധുതയെ സംബന്ധിച്ചും അത് സംസ്ഥാന താൽപ്പര്യങ്ങൾക്ക് അനുരോധമാണോ എന്ന് പരിശോധിക്കാൻ ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി വാങ്ങിയില്ല, ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയില്ല. അതെനിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞാൽ അതിന് ജിമ്മി തന്നെ കൃത്യമായ മറുപടി പറഞ്ഞു. സ്വന്തം വീട്ടിലേക്ക് ഒരു കമ്പ്യൂട്ടറോ ഒരു സർവീസ് പ്രോഡക്റ്റോ വാങ്ങുന്നെങ്കിൽ ചെയ്യാം. 3.5 കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് വേണ്ടി അങ്ങൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ നിയമ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ച് കേരള താൽപ്പര്യത്തിന് അനുരോധമാണെങ്കിൽ മാത്രമേ അതിൽ ഒപ്പുവെക്കാനുള്ള അവകാശം, അധികാരം താങ്കൾക്കുള്ളൂ. താങ്കളത് ചെയ്തില്ല. നിങ്ങളുടെ യജമാനന്മാരുടെ നിർദ്ദേശമനുസരിച്ച് നിങ്ങൾ ചെയ്തില്ല. ആർക്കു വേണ്ടിയിട്ടാണ് അങ്ങ് ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്? നമ്മുടെ തന്നെ ഭരണഘടനയുടെ 299 അനുച്ഛേദമനുസരിച്ച്, ഭരണഘടനയുടെ 299 അനുച്ഛേദമനുസരിച്ച്, ആർട്ടിക്കിൾ അനുസരിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഒപ്പുവെക്കുമ്പോൾ ഗവർണർക്ക് വേണ്ടിയിട്ടാണ്, ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവർണറാണ് സത്യത്തിൽ സെക്രട്ടറിമാർ ഒപ്പുവെക്കുന്നത്. ഇതിനകത്ത് അങ്ങനൊരു പരാമർശമില്ല, അങ്ങനൊരു തീയതിയില്ല, ഒരു പർച്ചേസ് ഓർഡർ നമ്പർ അതുമായി ബന്ധപ്പെട്ടില്ല. എല്ലാം മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള ജനറിക് എഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് ആകും എന്നുള്ളതാണ് ഇപ്പോഴും സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ചുരുക്കുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ
എനിക്ക് 2 കാര്യങ്ങൾ മാത്രമേ പരിശോധിക്കേണ്ടിയിരുന്നുള്ളൂ. വളരെ ശരിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒന്ന്, ഫ്രീ പ്രോഡക്റ്റ് ആയിരുന്നോ അല്ലെങ്കിൽ സൗജന്യമായിട്ടുള്ള സേവനമാണോ ഈ കമ്പനി വാഗ്ദാനം ചെയ്തത്? രണ്ടാമത്തെ കാര്യം, അത് സീക്രസി ഉണ്ടോ അല്ലെങ്കിൽ പ്രൈവസി ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഈ 2 കാര്യങ്ങൾ പരിശോധിക്കാൻ ഞാൻ ബാധ്യസ്ഥനായിരുന്നു. ആ 2 കാര്യങ്ങളും ഞാൻ പരിശോധിച്ച് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇത് സൗജന്യമാണ്, 1. 2, ഇതിൽ പ്രൈവസി അഷ്വർ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട IT സെക്രട്ടറി, ഇത് സൗജന്യ സേവനമാണ് എന്ന് പറയുന്ന അങ്ങ് ഞാൻ വീണ്ടും ആ ഡോക്യുമെൻറ്റിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ്, കുറച്ച് കേൾക്കുന്നവർക്ക് തന്നെ അരോചകമായി തോന്നും. ഇതാണ് നിങ്ങളുടെ ഈ പർച്ചേസ് ഓർഡർ ഫോം, അല്ലെങ്കിൽ നിങ്ങളുടെ പർച്ചേസ് ഓർഡർ ഫോമിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടില്ലേ, പാൻഡമിക് പീരിയഡ് കാലയളവിൽ, കോവിഡ് പാൻഡമിക് പീരിയഡ് കാലയളവിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാർച്ച് 25 മുതൽ സെപ്റ്റംബർ മാസം 24 വരെയുള്ള 6 മാസക്കാലം the company has no obligation to pay, the customer has no obligation to pay any fees. But on completion of this process, കമ്പനി ഒരു ഫീസ് നിശ്ചയിക്കും. ആ ഫീസ് ഗവൺമെൻറ്റിന് നൽകും. ആ ഫീസിൻ്റെ തുക അത് എത്ര വേണമെന്ന് തീരുമാനിക്കാനുള്ള വിവേചനാധികാരം കേരള സർക്കാരിൽ, കസ്റ്റമറിൽ നിക്ഷിപ്തമാണ്. അത് എത്ര തുകയാണ് എന്നുള്ളത് ടു ബി ഡിസൈഡഡ്, ടു ബി ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ പിന്നീട് തീരുമാനിക്കും. 2 രൂപത്തിലും ഈ കേസ് ആർഗ്യൂ ചെയ്തൂടെ? ഞാൻ ചോദിക്കുന്നു. കോവിഡ് പാൻഡമിക് പീരീഡിൽ 6 മാസക്കാലം സൗജന്യമായി സേവനം നൽകുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാദിക്കാം. നല്ല മികവുറ്റ ഒരു അഭിഭാഷകനാണെന്നുണ്ടെങ്കിൽ ഈ എഗ്രിമെൻറ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിലെ വേർഡിങ്സ് അനുസരിച്ച് ഞാൻ പരിമിതമായിട്ടുള്ള നിയമജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിഷ്പ്രയാസം വാദിക്കാൻ കഴിയും. കോവിഡ് കാലാവധിയിൽ ആവശ്യമായിട്ടുള്ള പണം നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് നൽകേണ്ടതില്ല. ആ പ്രക്രിയ പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങൾ പ്രൈസിംഗ് നിശ്ചയിക്കും. ആ പ്രൈസിംഗ് എത്രയാണെന്ന് തീരുമാനിക്കാനുള്ള വിവേചനാധികാരം നിങ്ങൾക്കുണ്ട്. ആ വിവേചനാധികാരം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ആർബിട്രറി ആയി ഗവൺമെൻറ് നിശ്ചയിക്കാൻ കഴിയില്ല. അത് ജസ്റ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം. അങ്ങനെയുള്ള ഫീസ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പോകാം, ന്യൂയോർക്കിലുള്ള മാൻഹാട്ടൻ കോടതിയിൽ പോയി കേസ് കൊടുക്കാൻ നമ്മൾ അഭിഭാഷകരുമായി അല്ലെങ്കിൽ അവിടുത്തെ അഭിഭാഷകരെ ഹയർ ചെയ്ത് കേസ് നടത്തണം. ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ അമേരിക്കയിലാണ്. എന്ത് ന്യായീകരണം, എന്ത് യുക്തിയാണ്, എന്ത് ന്യായീകരണമാണ് അദ്ദേഹം സൗജന്യ സേവനം? ഇനി അഥവാ അദ്ദേഹം പറയുന്നതിനകത്ത് ഈ 6 മാസക്കാലം ഈ പാൻഡമിക് പീരീഡിൽ കൊടുക്കണ്ട എന്ന് നോക്കുക, ഇത് എങ്ങനെ സൗജന്യമാകും? ഈ ഡേറ്റ നൽകാൻ ഗവൺമെൻറ് സന്നദ്ധമാണെങ്കിൽ ഈ സർവീസ് ഓഫർ ചെയ്യാൻ ഇൻ്റർനാഷണൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള എത്രയോ കമ്പനികൾ ക്യൂ നിൽക്കും. നിങ്ങൾ ഈ കേരളത്തിലെ 3,48,00,000 ജനങ്ങളുടെ ഹെൽത്ത് പ്രൊഫൈൽ ഡേറ്റ നിങ്ങൾ കൈമാറാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഏത് സർവീസ് ചെയ്യാനും പ്രൊവൈഡ് ചെയ്യാനും സന്നദ്ധമായി കമ്പനികൾ വരും. ഞാൻ കഴിഞ്ഞ ദിവസവും ഇതിൻ്റെ മൂല്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. കാരണം ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ പൗണ്ടിൻ്റെ ഒരു സംബന്ധിച്ച് ചെറിയൊരു പെസയ്ക്ക് പറ്റി. ഞാൻ അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന കമ്പനിയുടെ അസസ്മെൻ്റ് അനുസരിച്ച് ഇന്ന് ബ്രിട്ടനിൽ, UK-യിൽ കോസ്റ്റ് ഓഫ് ഹെൽത്ത് ഡേറ്റ, ഞാൻ പറയുന്നതല്ല ആധികാരികമായിട്ടുള്ള രേഖ വെച്ച് പറയാം, കോസ്റ്റ് ഓഫ് ഹെൽത്ത് ഡേറ്റ £100 പെർ ഹെൽത്ത് ഡേറ്റ. 100 പൗണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ 100 പൗണ്ടാണ് ഒരു വ്യക്തിയുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരത്തിനുള്ള മൂല്യം ബ്രിട്ടനിൽ നിശ്ചയിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപയനുസരിച്ച് 95 രൂപ ഒരു പൗണ്ടിന് വെച്ച് കണക്കാക്കിയാൽ 9,500 രൂപ. അങ്ങനെയാണ് ഏതാണ്ട് 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിലെ ജനങ്ങളുടെ ഹെൽത്ത് പ്രൊഫൈൽ ആരും അറിയാതെ നിങ്ങൾ തയ്യാറാക്കി ഈ രൂപത്തിൽ അവർക്ക് കൈമാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ £100 പെർ ഹെൽത്ത് ഡേറ്റ അനുസരിച്ചാണ് 3.5 ഇൻറ്റു £100 ഇൻറ്റു നമ്മുടെ 95 ആവുമ്പോഴാണ് ശരാശരി 33,000 കോടി രൂപയുടെ മൂല്യം മതിക്കപ്പെടും. പോട്ടെ, ഇവിടെ 9,500 എന്നും വേണ്ട, 1,000 രൂപ കണക്ക് കൂട്ടിയാൽ ഒരു ഡേറ്റയ്ക്ക് എന്തായിരിക്കും ഇതിൻ്റെ മൂല്യം?
ഇത് സൗജന്യമായി കൊടുക്കുന്നു എന്ന് പറയാൻ? ഇവിടെ ഞാൻ ആവർത്തിച്ച് പറയും, ഇത് US പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയാണ്. റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 66,000 കോടിയോളം രൂപയുടെ മൂല്യം വരും ആ രാജ്യത്തേക്ക്. അവിടുത്തെ ഡേറ്റാസ് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ മൂല്യമുള്ള, അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു, ഡേറ്റ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഡേറ്റ ഈസ് പ്രഷ്യസ് ദാൻ ഓയിൽ. എണ്ണയേക്കാൾ മൂല്യമുള്ളതാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഏറ്റവും കൂടുതൽ വിപണന സാധ്യതയുള്ള ഡേറ്റ എന്ന സംവിധാനം. ആ ഡേറ്റ സൗജന്യമായിട്ടാണോ കൊടുക്കുന്നത്? നിങ്ങൾ പറയുന്നത് സമ്മതിച്ചാൽ പോലും. അപ്പോൾ ഇതൊരു ഫ്രീ സർവീസ് അല്ല. അപ്പം നിങ്ങൾ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന്, എനിക്ക് 2 കാര്യങ്ങളായിരുന്നു അഷ്വർ ചെയ്യേണ്ടിയിരുന്നത്. ഒന്ന്, ഇത് സൗജന്യ സർവീസാണ്, ഫ്രീ സർവീസ് ഓഫ് പ്രോഡക്റ്റാണ് ഒന്ന്. 2, നിങ്ങൾ പറഞ്ഞത് ഇതിൻ്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഇതിൻ്റെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും എവിടെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 11-നും 12-നും നിങ്ങൾ നൽകിയിട്ടുള്ള 2 കത്തുകളിൽ 11-ാം തീയതി കമ്പനി നൽകിയിട്ടുള്ള കത്തിൽ 11-ാം തീയതിയിലെ കത്തിലും പറയുന്നു, ഞാൻ വായിക്കുന്നില്ല, കാരണം അതിൻ്റെ അവസാനം പറയുന്നത് കസ്റ്റമർ ഗ്രാൻസ് ടു സ്പ്രിംഗ്ലർ ഡ്യൂറിങ് ദ ടേം ഓഫ് ദിസ് അഗ്രിമെൻറ്റ് ഏതാ ടു കോപ്പി, ക്യാഷ്, സ്റ്റോർ, റിപ്രൊഡ്യൂസ്, പെർഫോം, ഡിസ്പ്ലേ, യൂസ്, ഡിസ്ട്രിബ്യൂട്ട്, ട്രാൻസ്മിറ്റ്, എല്ലാത്തിനുമുള്ള അധികാരവും അവകാശവും അവരിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ടുള്ള കത്താണ് നിങ്ങൾക്ക് 11-ാം തീയതി തന്നത്. ആ കത്തിന് ശേഷമാണ് നിങ്ങൾ 12-ാം തീയതി വീണ്ടും വാങ്ങിയത്. അത് ഈ പാരഗ്രാഫ് ഒഴിവായി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാരഗ്രാഫ് നിങ്ങൾ ഒഴിവാക്കിയെങ്കിലും IT സെക്രട്ടറി പറഞ്ഞതനുസരിച്ച് മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റിൻ്റെ പാരാ 2.5-ൽ അത് വളരെ വ്യക്തമായി കൃത്യമായി ഇപ്പോഴുമുണ്ട്. ഏതാ ബാധകം? കോടതിയിൽ പോയാൽ. ഇന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, ചർച്ചയിൽ പറഞ്ഞു, മാസ്റ്റർ സർവീസ് എഗ്രിമെൻ്റ് ആണ് പ്രധാനം. മാസ്റ്റർ സർവീസ് എഗ്രിമെൻ്റ് ആണെങ്കിൽ നിങ്ങൾ 12-ാം തീയതി സെക്കൻഡ് അഫർമേഷൻ ലെറ്റർ വാങ്ങി, 11-ാം തീയതി ഫസ്റ്റ് അഫർമേഷൻ, അതും ആക്ഷേപം വന്നതിന് ശേഷം, വിവാദം വന്നതിന് ശേഷം ഏപ്രിൽ 11-നും ഏപ്രിൽ 12-നും 2 അഫർമേഷൻ ലെറ്റർ വാങ്ങി. ശരിയാണ്. പക്ഷേ മാസ്റ്റർ സർവീസ് എഗ്രിമെൻ്റ് ഈസ് സ്റ്റിൽ ദെയർ. നിങ്ങൾ ഒപ്പുവച്ചിട്ടുള്ള ഈ ഫോറം, പർച്ചേസ് ഓർഡർ ഫോം അവിടെ ഉണ്ട്. ആ പർച്ചേസ് ഓർഡർ ഫോമിൽ മറ്റൊരു ഭീകരമായിട്ടുള്ള വ്യവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാർ അത് ചൂണ്ടിക്കാണിച്ചതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല, ഞാനും അത് പറഞ്ഞതാണ്. കാരണം എന്താണ് കേരളത്തിന് നൽകേണ്ടുന്ന ഉറപ്പ്? കേരളത്തിന് ലഭിക്കേണ്ടുന്ന ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും, നമ്മൾ പറയുന്ന നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സേഫ്റ്റി എഗ്രിമെൻ്റ്, സേഫ് ഗാർഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരങ്ങളിൽ ചോർച്ചയുണ്ടാകുകയോ മറ്റാർക്കെങ്കിലും കൈമാറ്റം ചെയ്യപ്പെടുകയോ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദി കമ്പനിയായിരിക്കുമെന്നും ആ കമ്പനിയിൽ നിന്ന് നമുക്ക് ഡാമേജസ് അല്ലെങ്കിൽ നഷ്ടപരിഹാരം ഈടാക്കാനും ക്രിമിനലായും സിവിലായും നടപടികൾ സ്വീകരിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന വ്യവസ്ഥ എഴുതി ചേർക്കുമ്പോഴാണ് നമ്മുടെ ഡേറ്റ സുരക്ഷിതമാകുന്ന കരാറാകുന്നത്. ആ കരാറാണ് മിസ്സിങ്. ആ കരാറില്ല. നിങ്ങൾ പറയുന്ന പർച്ചേസ് ഓർഡർ ഫോമും കൃത്രിമമായി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻറ്റും, ആ 2 എഗ്രിമെൻറ്റും അനുസരിച്ചാണെങ്കിൽ 11-നും 12-നും തന്നിട്ടുള്ള അഫർമേഷൻ ലെറ്ററിന് എന്തു വില? മറിച്ച് 12-ാം തീയതി നൽകിയിരിക്കുന്ന കത്തിൽ, അതാണ് അതിനേക്കാൾ വിചിത്രം, 12-ാം തീയതി നൽകിയിരിക്കുന്ന കത്തിൽ കമ്പനി വളരെ വ്യക്തമായി സംശയത്തിനിടയില്ലാത്ത നിലയിൽ തന്നെ അവർ പറയുന്നു, ഈ വിവാദം വന്നതിന് ശേഷമാണ്, പൗരന്മാരുടെ കൺസെൻറ്റ്, ഇൻഫോംഡ് കൺസെൻറ്റ്, ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഡേറ്റ ഞങ്ങൾ സമാഹരിച്ച് ഇന്ന കമ്പനിക്ക് വിതരണം ചെയ്യുന്നത് എന്ന വിവരം, ഇൻഫോംഡ് കൺസെൻറ്റ്, ആ വിവരം നൽകി അനുമതി വാങ്ങാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും കമ്പനിക്കല്ല, അതിനുള്ള ഉത്തരവാദിത്വവും ചുമതലയും കസ്റ്റമറായിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഡേറ്റ ചോരുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗരൻ്റെ വിവരശേഖരണത്തിന് അവൻ്റെ അനുമതി കൂടാതെ നിങ്ങൾ വിവരം ശേഖരിക്കുകയോ മറ്റോ നടപടികൾ ചെയ്താൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയോ കമ്പനിയുടെ ഡയറക്ടർമാരോ ഓഫീസർമാരോ അല്ലെങ്കിൽ കമ്പനി മാനേജ്മെൻറ്റോ ഒരു തരത്തിലും ഉത്തരവാദിയല്ല. സോൾലി റെസ്പോൺസിബിൾ ദ കസ്റ്റമർ. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് കേരള ഈസ് റെസ്പോൺസിബിൾ.
കേരളത്തിലെ പൗരന്മാരുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരശേഖരത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ബാധ്യതപ്പെട്ട കമ്പനി അത് നേരെ ഷിഫ്റ്റ് ചെയ്ത് കേരള ഗവൺമെൻറ്റിൻ്റെ ചുമലിൽ 12-ാം തീയതിയിലെ അഫർമേഷൻ ലെറ്ററിലൂടെ കൊടുത്തിട്ട് പറയുന്നു, യു ആർ റെസ്പോൺസിബിൾ ഫോർ ദ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ ഹെൽത്ത് പ്രൊഫൈൽ ഡേറ്റ ഓഫ് ദ സിറ്റിസൺസ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. ബഹുമാനപ്പെട്ട IT സെക്രട്ടറി, അങ്ങ് സ്കേപ്പ് ഗോട്ടാകുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അങ്ങയ്ക്ക് ഇത് നല്ലതുപോലെ അറിയും എന്നുണ്ടെങ്കിൽ അങ്ങയോട് ഇതിൽ ഒപ്പുവെക്കാൻ നിർദ്ദേശിച്ച മാസ്റ്റേഴ്സ് അവരാണ് ഇതിൽ ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ. നിങ്ങൾ ഇതിൻ്റെ മുഴുവൻ പിതൃത്വവും ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും എൻ്റെ ഉത്തമ വിശ്വാസത്തിലാണ് ഞാനിത് ചെയ്തത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് രാഷ്ട്രീയ ഭരണാധികാരികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ രക്തസാക്ഷിത്വ പരിവേഷത്തിലേക്കാണ് കേരളത്തിൻ്റെ IT സെക്രട്ടറി ഇന്ന് ആദ്യം ഏഷ്യാനെറ്റ് ചാനലിൽ, മനോരമ ചാനലിൽ, അത് കഴിഞ്ഞതിന് ശേഷം മാതൃഭൂമി ചാനലിൽ, ഇനി അദ്ദേഹം മീഡിയ എങ്ങനെയാണോ എങ്ങനെയാണ് വ്യൂവർഷിപ്പ് റേറ്റിംഗ് അനുസരിച്ച് ഒരു സെക്രട്ടറി ഓടി നടന്ന് ചാനലിൽ വിശദീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഗതികേടാണ്. എവിടെ പോയി വകുപ്പ് ഭരിക്കുന്ന മന്ത്രി, മുഖ്യമന്ത്രി? ഞാനും മന്ത്രിയായിരുന്നപ്പോൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട കേസ്, മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഞാനും LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു, ഞാനതൊന്നും നിഷേധിക്കുന്നില്ല. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ. അന്ന് മുല്ലപ്പെരിയാർ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഗവൺമെൻറ് സെക്രട്ടറി ആയിരുന്നില്ല വിശദീകരിച്ചിരുന്നത്. ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ വിശദീകരിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. നിങ്ങൾ വന്ന് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ വിശദീകരിക്കുന്നു. എവിടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്? നിങ്ങളുടെ പൊളിറ്റിക്കൽ മാസ്റ്റർ എവിടെ? ഞങ്ങളും നയപരമായിട്ടുള്ള കേരള സംസ്ഥാനത്തിൻ്റെ നിലപാട് വിശദീകരിക്കാൻ അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ മാധ്യമങ്ങളോട് വിശദീകരിക്കുമായിരുന്നു, പൊതുസമൂഹത്തെ അറിയിക്കുമായിരുന്നു. അതാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. അതിനാണ് പൊളിറ്റിക്കൽ ഡെമോക്രസി, രാഷ്ട്രീയ ജനാധിപത്യം നമ്മുടെ രാജ്യത്ത്. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ഭരണം മതി. ഒരു IT സെക്രട്ടറി രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഴുവൻ ചാനലുകളിലും റണ്ണിങ് കമ്മിറ്റി ഓടി നടന്ന് ചർച്ചകളിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അപമാനമല്ലേ കേരളത്തിന്? എന്തേ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ചീഫ് മിനിസ്റ്റർ എന്തുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല, പൊതുസമൂഹത്തെ കാണുന്നില്ല? നിങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി ഒപ്പുവെച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്കതിൽ ഉത്തരവാദിത്വമില്ലെങ്കിൽ. ഇന്ന് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും ചോദിച്ചല്ലോ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് തന്ത്രപൂർവ്വം അദ്ദേഹം ഒഴിഞ്ഞു മാറിയത് ഞാനും നിങ്ങളും വളരെ ഭംഗിയായി ശ്രദ്ധിച്ചു, കൗതുകത്തോടുകൂടി ശ്രദ്ധിച്ചു. നല്ല മെയ്വഴക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഒഴിഞ്ഞു മാറുന്നത് പോലെ IT സെക്രട്ടറി ഒഴിഞ്ഞു മാറി. മുഖ്യമന്ത്രി ഈ ഫയൽ കണ്ടിട്ടുണ്ടോ? ഫയലുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഒപ്പ് ഫയലിലുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? പൊളിറ്റിക്കൽ അലിഗേഷൻസിനൊന്നും നിങ്ങൾ മറുപടി പറയണ്ട. അവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ആവർത്തിച്ച് സൂചിപ്പിക്കുന്നു, ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കേണ്ടത്. ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ ആക്ഷേപങ്ങൾ നിരാകരിക്കേണ്ടതും നിഷേധിക്കേണ്ടതും അതിന് സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടാം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ. എന്തേ അത് ചെയ്യുന്നില്ല? ഇനി നിങ്ങൾ വീണ്ടും പറഞ്ഞല്ലോ, എനിക്ക് 2 കാര്യങ്ങളിൽ സേഫ്റ്റി, സെക്യൂരിറ്റി, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ആവർത്തിക്കുകയാണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, വായിച്ചതാണ്, വീണ്ടും ആവർത്തിക്കുന്നതിൽ ദേവീദേശ് അത്രയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അമേരിക്കൻ ലോയാണ് ബാധകം. അമേരിക്കയിൽ ന്യൂയോർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്, അതിൻ്റെ ഡൊമൈൻ എടുത്തിട്ടുള്ളത് അമേരിക്കയിലാണ്. അമേരിക്കൻ സിറ്റിസനാണ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അവിടെ ബാധകമായിട്ടുള്ള നിയമമാണ് ഇതിനും ബാധകമായിട്ടുള്ള നിയമം. ഞാൻ ഉദ്ദേശിക്കുന്നത് HIPAA നിയമത്തെ സംബന്ധിച്ചാണ്. ആ നിയമത്തിൻ്റെ ഫുൾ ഫോം ഇതാണ്: ഹെൽത്ത് ഇൻഷുറൻസ് പ്രോബബിലിറ്റി ആൻഡ് അക്സസിബിലിറ്റി ആക്ട്. ഒന്നുകൂടി പറയാം: ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി അക്കൗണ്ടബിലിറ്റി ആക്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്, അഥവാ HIPAA. കമ്പനിയുടെ FAQ, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റിനോട് അനുബന്ധമായി ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള രേഖയിൽ സ്പ്രിംഗ്ലർ കമ്പനി പറയുന്നു,
ഞാൻ അറിവിന് കഴിഞ്ഞ ദിവസം എന്നെ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി അറിവിന് ആവർത്തന വിരസതയുണ്ടെന്നറിയാം, എങ്കിലും ആവർത്തിക്കുന്നു. സ്പ്രിംഗ്ലർ നോർമലി ഡസൻ ഇൻവോൾവ് highly sensitive data requiring the associated high security. തീവ്രമായ ഉയർന്ന സുരക്ഷിതത്വം വേണ്ടുന്ന സുപ്രധാനമായ രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾ സ്പ്രിംഗ്ലർ ഇൻവോൾവ് ചെയ്യാറില്ല. നോർമലി ഡസൻ ഇൻവോൾവ് ഹൈലി സെൻസിറ്റീവ് ഡേറ്റ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ ഞങ്ങൾ ഇൻവോൾവ് ചെയ്യാറില്ല. ഇൻസ്റ്റഡ് അതിന് പകരം സ്പ്രിംഗ്ലർ ടിപ്പിക്കലി ഡീൽസ് വിത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഫോർ ഫേസ്ബുക്ക്, ട്വിറ്റർ ആൻഡ് ഇൻസ്റ്റാഗ്രാം. ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് ആൻഡ് സീരിയസ് ഡേറ്റ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് അഥവാ ഹിപ്പ ഞങ്ങൾക്ക് ബാധകമല്ല. ഫോർ ദീസ് റീസൺസ്, ഈ കാരണങ്ങളാൽ, മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ സ്പ്രിംഗ്ലർ ഈസ് നോട്ട് PCI/DSSS or HIPAA certificate or HIPAA certification. എവിടെയാണ് ബഹുമാനപ്പെട്ട IT സെക്രട്ടറി അങ്ങ് കേരളത്തിലെ ജനങ്ങളുടെ വിവരശേഖരത്തിൻ്റെ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരശേഖരത്തിൻ്റെ സുരക്ഷ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയത്? നിങ്ങളല്ലേ ഇന്ന് പറഞ്ഞത് MSA മാസ്റ്റർ സർവീസ് എഗ്രിമെൻ്റ് ഈസ് പാർട്ട് ആൻഡ് പാർസൽ, ദാറ്റ് ഈസ് എ ബേസിക് ഡോക്യുമെൻറ്റ്. സബ്സിക്വൻറ്റ് ലെറ്റേഴ്സ് കേവലം അഫർമേഷൻ ലെറ്റേഴ്സ് മാത്രമാണ്. കോടതി ചർച്ച ചെയ്യുന്നത് ഇതാണ്. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഇന്ന് പ്രധാനമായിട്ടും പറഞ്ഞു. ഇന്ത്യയിൽ ഇതിന് ശക്തവും ഫലപ്രദവുമായിട്ടുള്ള നിയമസംഹിതയും നിയമസംവിധാനവുമില്ല. ബഹുമാനപ്പെട്ട IT സെക്രട്ടറി, അങ്ങ് ജീവിക്കുന്നത് ഇന്ത്യയിലാണെന്ന് ഓർക്കണം. റൈറ്റ് ഓഫ് പ്രൈവസി ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് enshrined in Article 21 of the Constitution of India. ഞാൻ പറഞ്ഞതല്ല, 9 സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച്. ഏത് കേസിൽ? ആധാർ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ 80%-ലധികം ഇന്ത്യൻ സിറ്റിസൺസ് ആധാർ എടുത്തിട്ടും കേന്ദ്ര ഗവൺമെൻറ് ശേഖരിക്കുന്ന പൗരന്മാരുടെ വിവരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ സെർവറിൽ സൂക്ഷിക്കുന്ന, നിങ്ങൾ പറയുന്ന ക്ലൗഡ് അല്ലെങ്കിൽ ആമസോൺ ക്ലൗഡ് പോലെയുള്ള ക്ലൗഡിൽ സൂക്ഷിക്കുന്ന വളരെ സേഫ് ഗാർഡ് മെഷേഴ്സ് സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ള സത്യവാങ്മൂലം നിലനിൽക്കുന്ന ഘട്ടത്തിൽ പോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 80%-ലധികം പേർ ആധാർ എൻറോൾ ചെയ്തിട്ട് പോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, ഒരു പൗരൻ്റെ സ്വകാര്യതാവകാശം കവർന്നെടുക്കാനുള്ള അധികാരം അവൻ്റെ അനുവാദം കൂടാതെ ഭരണകൂടത്തിനില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം? റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ഹാവ് എ ഡിഗ്നിഫൈഡ് ലൈഫ്. സ്വകാര്യതാവകാശം സംരക്ഷിച്ചുകൊണ്ട് മാന്യമായി സമൂഹത്തിൽ ജീവിക്കാനുള്ള പൗരൻ്റെ അവകാശമാണ് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം നൽകുന്ന അവകാശം. ആ അവകാശം പ്രഖ്യാപിച്ചതാണ് 9 സുപ്രീം കോടതി ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ്. ദാറ്റ് ജഡ്ജ്മെൻറ്റ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഞാനിപ്പോൾ ഓർക്കുന്നില്ല, 141 ആണെന്ന് തോന്നുന്നു. ആ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് ഈസ് ദ ലോ ഓഫ് ദ ലാൻഡ്. രാജ്യത്തിൻ്റെ നിയമമാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ്. ആ നിയമം രാജ്യത്ത് നിലവിലുണ്ട്. ബഹുമാനപ്പെട്ട IT സെക്രട്ടറി, ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് പെൻഡിങ്. ഞാൻ സമ്മതിക്കുന്നു, ഒരു കോംപ്രിഹെൻസീവ് ബിൽ ഇല്ല. പക്ഷേ ഹെൽത്ത് കെയർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ധാരാളം നിയമങ്ങളും റെഗുലേഷൻസും റൂൾസും നമ്മുടെ രാജ്യത്തുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ കൺസെൻറ്റ്, അല്ലെങ്കിൽ എനിക്ക് ബോധമില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയുടെ കൺസെൻറ്റ് വാങ്ങുന്നത്? എത്ര പ്രാവശ്യം ആശുപത്രിയിൽ പോകുമ്പോൾ, സ്കാൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, അത് നമ്മുടെ റിസ്ക്കും റെസ്പോൺസിബിലിറ്റിയിലുമാണിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പ്രാവശ്യം നമ്മളെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്നു? ബിക്കോസ് ഇൻഫോംഡ് കൺസെൻറ്റ് ഓഫ് ദ പേഷ്യൻറ്റ്. ഒരു ഡോക്ടർക്ക് മുമ്പിൽ നമ്മൾ നൽകുന്ന ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ മറ്റൊരാൾക്ക് രോഗിയുടെ അനുമതി കൂടാതെ കൈമാറാൻ പാടില്ല എന്നുള്ളത് രാജ്യത്ത് നിലനിൽക്കുന്ന പൊതു നിയമമാണ്. ആ പൊതു നിയമ സംഹിത നിലവിൽ നിൽക്കുമ്പോൾ
ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് അമേരിക്കൻ നിയമത്തെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിന് മെച്ചം വരുത്താൻ വേണ്ടി ഞങ്ങൾ അമേരിക്കൻ ലോ അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ കോടതിയിൽ പോയി കേസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജൂറിസ്ഡിക്ഷൻ നിങ്ങൾ ഉറപ്പുവരുത്തി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ പമ്പര വിഡ്ഢികളാണോ ഇത് മുഴുവൻ വിശ്വസിക്കാൻ? ഒരു കടലാസ് തുണ്ട് പോലുമില്ലാതെ, ഒരു ഫയൽ പോലുമില്ലാതെ, ഒരു കത്ത് പോലുമില്ലാതെ, ഒരു തരത്തിലുള്ള ചർച്ചയും കൂടാതെ നിയമവകുപ്പിൻ്റെയോ മറ്റേതെങ്കിലും എത്ര പ്രാവശ്യം നിങ്ങൾ ഓരോ കാര്യത്തിനും ലീഗൽ ഒപ്പീനിയൻ എടുക്കാൻ നിങ്ങൾ ഷുഹൈബ് കേസിൽ, അതുപോലെയുള്ള നിരവധി കേസുകളിൽ, ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കേസിൽ, അരിയിൽ ഷുക്കൂറിനെ കൊല ചെയ്ത കേസിലൊക്കെ ഇവിടുത്തെ അഭിഭാഷകരുടെ വിദഗ്ധമായിട്ടുള്ള ഉപദേശവും നിർദ്ദേശവും വാദവും പോരാഞ്ഞിട്ടല്ലേ സുപ്രീം കോടതിയിൽ പോയി അഭിഭാഷകരെ കൊണ്ടുവന്നത്? ഇപ്പോൾ പാൻഡമിക്കിൻ്റെ പേരിൽ ഈ പറയുന്ന പകർച്ചവ്യാധിയുടെ പേരിൽ, മാരകമായ പ്രഹരശേഷിയുള്ള വൈറസ് രോഗബാധയുടെ പേരിൽ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരശേഖരത്തെ മോഷ്ടിച്ച് കളവെടുത്ത് ഒരു അമേരിക്കൻ കുത്തക കമ്പനിക്ക് കൊടുത്ത ആ അമേരിക്കൻ കുത്തക കമ്പനിയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ മറ്റാരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, കൊടിയ അഴിമതി, മാപ്പർഹിക്കാത്ത അഴിമതിയാണ് നടക്കുന്നത്. ഇന്ന് IT സെക്രട്ടറി വിശദീകരിച്ചപ്പോൾ പറഞ്ഞല്ലോ, 2018 മുതൽ ഈ കമ്പനി കേരളത്തിൽ പ്രവർത്തിക്കുന്നു, ഞങ്ങൾ അവരുമായി ചർച്ച ചെയ്യുന്നു. മുഖ്യമന്ത്രി എന്താ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞ പ്രവാസി മലയാളി, അദ്ദേഹം പ്രവാസി മലയാളിയല്ല, അമേരിക്കൻ പൗരനാണ്. ആ പ്രവാസി മലയാളി ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയ മെച്ചപ്പെട്ട ചികിത്സയിൽ അദ്ദേഹം അതിലുള്ള അനുഭൂതിയും അതിലുള്ള സ്നേഹവുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് സത്യത്തിൽ അദ്ദേഹം ഇത്തരം കാര്യത്തിൽ ഈ ഒരു സൗജന്യ സേവനത്തിന് വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നത് എന്നാണ് പറയുന്നത്. രണ്ടും പൊരുത്തക്കേടല്ലേ, കോൺട്രഡിക്ഷൻസ് അല്ലേ, വൈരുദ്ധ്യമല്ലേ? 2018 മുതൽ ഇവിടെ വർക്ക് ചെയ്യുന്ന കമ്പനി 2019 ഇങ്ങനെ ഒരു സർവീസിന് വരുന്നു എന്ന് മുഖ്യമന്ത്രി 2020 സർവീസിന് വരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, സമഗ്രതല സ്പർശിയായിട്ടുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ആവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഫയലുകൾ പ്രസിദ്ധീകരിക്കണം. ഞങ്ങൾക്ക് കാണേണ്ടത് കമ്പനി രേഖകളല്ല, കമ്പനിയുടെ ജനറിക് എഗ്രിമെൻ്റ് ആയിട്ടുള്ള മാസ്റ്റർ സർവീസ് എഗ്രിമെൻറ്റും കമ്പനി നിങ്ങൾക്ക് നൽകിയ കത്തിൽ നിങ്ങൾ ഒപ്പുവെച്ചതിൻ്റെ പകർപ്പും, അത് കഴിഞ്ഞ് കമ്പനിയുടെ രേഖ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഞങ്ങൾക്കറിയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ രേഖകളാണ്. ഒരു പൗരൻ എന്ന നിലയിൽ അറിയാനുള്ള അവകാശം, അതിലുമുപരിയായി 17 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ അതറിയാനുള്ള അവകാശമുണ്ട്. ഇന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടു, ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. കേസിൻ്റെ കാര്യം വരട്ടെ, കേസ് എങ്ങനെ ആര് കൊടുത്തു എന്നുള്ളതൊക്കെ വരും ദിവസം. ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പണി അതാണ്. കോടതിയിൽ പോയാൽ ഏതെങ്കിലും തരത്തിൽ കേസ് ഫലപ്രദമായി നടത്താതിരിക്കുകയോ അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള പ്ലീഡിങ്സ് മുന്നോട്ട് വെക്കാതെയോ ഒരു ജഡ്ജ്മെൻറ്റ് വാങ്ങിയാൽ പിന്നെ അതിൻ്റെ ഭാഗമായി നിൽക്കാം. എനിക്കതിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ചറിയില്ല. ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഗുരുതരമായിട്ടുള്ള ഭരണഘടനാ ലംഘനം, എല്ലാ തരത്തിലുള്ള സെക്രട്ടേറിയറ്റ് മാനുവൽ, റൂൾസ് ഓഫ് ബിസിനസ്, അതുപോലെയുള്ള എല്ലാ കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും മാനുവലും, പർച്ചേസ് മാനുവൽ, നിങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഞാൻ വാങ്ങിയത് ഒരു സർവീസ് പ്രോഡക്റ്റാണ്. ഒരു സർവീസ് പ്രോഡക്റ്റ് വാങ്ങുന്നതിന് എഗ്രിമെൻ്റ് വെക്കണ്ട, ഒരു സർവീസ് പ്രോഡക്റ്റ് വാങ്ങുന്നതിന് പർച്ചേസ് മാനുവലില്ലേ? അതാണ് ഞാൻ മൊട്ടുസൂചിയുടെ കാര്യം. മൊട്ടുസൂചി വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഫയൽ വേണം. എന്താ ഇതിന് ഫയൽ വേണ്ടേ? ഇതിന് ഓഫർ വേണ്ടേ? ഇതിന് അക്സെപ്റ്റൻസ് വേണ്ടേ? അല്ലെങ്കിൽ ഇതിന് ഡിമാൻഡ് വേണ്ടേ? ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡർ വേണ്ടേ? ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സമഗ്രതലമായിട്ടുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ യഥാർത്ഥ വ്യക്തികൾ, യഥാർത്ഥ കുറ്റക്കാർ പുറത്തു വരാൻ കഴിയൂ. അതിന് IT സെക്രട്ടറിയെ, ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും IT സെക്രട്ടറിയുടെ ചുമലിൽ അടിച്ചേൽപ്പിച്ച് ഭരണപരമായ രാഷ്ട്രീയമായ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള സർക്കാരിൻ്റെ ശ്രമം വിലപ്പോവില്ല. കേരളം ഇത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് സമഗ്രതല സ്പർശി. ആദ്യം ഈ കരാർ റദ്ദാക്കുക, തുടർന്ന് അന്വേഷണം നടത്തുക. ആ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ
ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, എല്ലാ തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ എന്ന നിലയിലുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഞങ്ങൾ നിർവഹിക്കും. കോവിഡ്-19 മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുന്ന മുഴുവൻ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും പൂർണ്ണതോതിൽ പാലിച്ചുകൊണ്ട് സർക്കാരിനോടൊപ്പം പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ പൗരാവകാശവും സ്വകാര്യതാവകാശവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലും തുടർന്നും ശക്തമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അടിയന്തരമായി ഈ കരാറിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം. സമഗ്രതല സ്പർശിയായിട്ടുള്ള ഒരു സ്വതന്ത്ര അന്വേഷണം ഈ കാര്യത്തിൽ നടത്തണം എന്നാവർത്തിച്ച് ഈ അവസരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ലൈവ് സംപ്രേക്ഷണത്തിൽ എന്നെ ശ്രദ്ധിച്ച മുഴുവൻ ശ്രോതാക്കളോടും പ്രേക്ഷകരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.